ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ കുറേ അഫോർഡബിൾ റേഞ്ചിലുള്ള കൂപ്പെ എസ് യു വിസ് വരാൻ പോവാണ്. സെട്രോൻ്റെ ഭാഗത്ത് നിന്ന് ബസാൾട്ട് ഉണ്ട്, അതുപോലെ നമ്മുടെ ടാറ്റയുടെ ഭാഗത്ത് നിന്ന് കർവുണ്ട്. കർവിന് ഇലക്ട്രിക്കും പെട്രോൾ ഡീസൽ അങ്ങനെ എല്ലാ പവർ ട്രെയിൻ ഓപ്ഷൻസും ഉണ്ട്. ഈവൻ നമ്മൾ ബസാൾട്ട് എടുക്കുകയാണെങ്കിലും ഇനീഷ്യലി പെട്രോൾ മാത്രമേ ഉള്ളൂ, പക്ഷേ എന്നാൽ അത് കഴിഞ്ഞ് അവർ അതിൻ്റെ ഇലക്ട്രിക് ഒക്കെ ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ ഇടയിൽ നമ്മുടെ മഹീന്ദ്രയും ഒരു കൂപ്പെ എസ് യു വിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നല്ല, BE05 എന്ന് പറഞ്ഞ വേറൊരു വണ്ടിയുണ്ട്. പക്ഷേ എന്തായാലും ആദ്യം ഇറങ്ങാൻ പോകുന്ന XUV E9 ബേസ്ഡ് കൂപ്പെ എസ് യു വി ആയിരിക്കും. ഈ വണ്ടി നമ്മുടെ XUV 700 ബേസ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക്കിൻ്റെ കൂപ്പെ എസ് യു വി ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല, അതായത് നമ്മുടെ XUV 700 ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് വണ്ടി വരുന്നുണ്ട്. ആ വണ്ടിയുടെ തന്നെ കൂപ്പെ വേർഷനായിട്ടാണ് ഈ വണ്ടി ഇപ്പോൾ ഞാൻ കാണിക്കാൻ വരാൻ പോകുന്നത്. നമ്മളിപ്പോൾ കാണിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ ഇപ്പോൾ മൊത്തമായിട്ട് ലീക്ക് ആയിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഡയറക്റ്റ് ഇൻറ്റീരിയറിലേക്ക് പോകാം. സോ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ. നമ്മൾ ടാറ്റയുടെ കർവിലോ അല്ലെങ്കിൽ ഈവൻ ഇപ്പോൾ ടാറ്റയുടെ പുതിയ വണ്ടികളൊക്കെ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ അകത്തും ഇലൂമിനേറ്റഡ് ലോഗോ നടുവിൽ വരുന്ന രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ് ടച്ച് ബട്ടൺസ് ഉണ്ട്, അതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ടോഗിൾസും വരുന്നുണ്ട്. പിന്നെ നടുവിൽ മഹീന്ദ്രയുടെ ലോഗോ നിങ്ങൾക്ക് കാണാം. നോർമലി ഒരു വണ്ടികൾ കൊടുക്കുന്ന പോലത്തെ ലോഗോ അല്ല, ഇതിൻ്റെ അകത്ത് കൈൻഡ് ഓഫ് ഒരു 8 പോലത്തെ ആകൃതിയിലുള്ള ലോഗോ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്റ്റിയറിംഗ് വീൽ ലെതർ റാപ്ഡ് ആണ്. 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. ടാറ്റയുടെ ചില വണ്ടികളിൽ അവർ 4 സ്പോക്ക് വീൽ കൊടുക്കുന്നുണ്ട്. കർവ് EVയിൽ 4 സ്പോക്ക് ആണ് എന്തായാലും വരുന്നത്. നോർമൽ പെട്രോൾ ഡീസലിൽ എനിക്കറിയില്ല, അത് അവർ ഇതുവരെ ഇൻറ്റീരിയർ കാണിച്ചിട്ടില്ല, ഓർ അറ്റ്ലീസ്റ്റ് ലീക്കായി വന്നിട്ടില്ല. മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ പോയിന്റ് ഓർ മേ ബി ഒരു ഇത്തിരി ആർഭാടം എന്ന് പറയും, അത് ഈ വാഹനത്തിൻ്റെ 3 ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീൻസ് ആണ്. അതായത് 3 സ്ക്രീൻസ് എല്ലാം ഒരൊറ്റ പാനലായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. കാര്യം പറഞ്ഞു വരുമ്പോൾ അതെല്ലാം ഒരൊറ്റ പാനലല്ല, 3 ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്ക്രീനാണ്. നമുക്ക് നടുവിൽ ഇതിൻ്റെ ഡ്രൈവറിൻ്റെ സൈഡിലിരിക്കുന്നത്, അതായത് ഏറ്റവും റൈറ്റ് എൻഡിൽ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റ് വരുന്നുണ്ട്, നടുവിലായിട്ട് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിലായിട്ട് ജസ്റ്റ് ഒരു പാസഞ്ചർ വ്യൂ ഡിസ്പ്ലേ പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട്. അതിൻ്റെ യൂസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല. നമ്മുടെ നടുവിലത്തെ ഇൻഫോർടൈൻമെൻറ്റിൽ കാണിക്കുന്ന കുറച്ച് സാധനങ്ങൾ അവിടെയും കാണിക്കും, ചിലപ്പോൾ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷനും കാണിക്കുമായിരിക്കും. എന്തായാലും എല്ലാം 10.25 ഇഞ്ചായിട്ടാണ് പറയപ്പെടുന്നത്. അത് നമുക്ക് നോക്കാം. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് എല്ലാ സൈഡിലും സ്ക്രീൻ വരുന്നതിനോട് വലിയ താല്പര്യമില്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ പാസഞ്ചറിന് വേറെ ഡിസ്പ്ലേ ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ അത് നടുവിലേക്ക് നോക്കിയാലും മതി. പിന്നെ ഈ പാസഞ്ചർ സൈഡ് ഡിസ്പ്ലേയിൽ നമുക്ക് സ്പീഡും സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. അതാണ് വേറൊരു കാര്യമായിട്ട് പറയാൻ പറ്റുന്നത്. ബട്ട് സ്റ്റിൽ എനിക്കെന്തോ എനിവേ അത് പോട്ടെ. നമുക്ക് പിന്നെ ഇതിൻ്റെ അകത്ത് 700 ഉള്ളതുപോലെ തന്നെ ഡുവൽ സോൺ AC അവൈലബിൾ ആണ്. അതിൻ്റെ കൺട്രോൾ പാനലൊക്കെ സെയിം ആണ്. സ്കോർപിയോനിലും സെയിം കൺട്രോൾ പാനൽ തന്നെയാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് AC വെൻസ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ടോഗിൾസ് പോലെ വരുന്ന ബട്ടൺസ് AC വെൻസിൻ്റെ താഴത്തായിട്ട്, AC കൺട്രോൾസിൻ്റെ താഴത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതും മറ്റുള്ള വണ്ടികൾ വരുന്ന പോലെ തന്നെ സിമിലർ ആണ്. പിന്നെ സെൻറ്റർ കൺസോൾ നോക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ അകത്ത് ഒരു ഗിയർ ലിവർ പോലെ അല്ലെങ്കിൽ ഗിയർ നോബ് പോലത്തെ സാധനം വരുന്നുണ്ട്. പക്ഷേ അത് അവരുടെ പുതിയ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതുവരെ അവർ വേറൊരു വണ്ടിയിലും കൊടുത്തിട്ടില്ല. XUV 400 നമുക്ക് ഒരു നല്ല ഗിയർ ലിവർ പോലത്തെ സംഭവം അവൈലബിൾ ആണ്. പക്ഷേ അതിനൊക്കെ കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ളൊരു സംഭവമാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഷിഫ്റ്റ് നോബ് പോലെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. ഇലക്ട്രിക് വണ്ടിയാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് മറ്റേതിൻ്റെ അകത്തുള്ള പോലെ മൾട്ടിപ്പിൾ മോഡ്സ്, ടെറൈൻ മോഡ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. റൈറ്റ് സൈഡിലായിട്ടൊരു റെഡ് കളർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, റോട്ടറിനോ പോലത്തെ സാധനം. അതിൻ്റെ ഫംഗ്ഷൻ എനിക്കറിയില്ല. ഇനിയിപ്പോൾ നമ്മുടെ റീജനറേഷന് മോഡ്സ് അഡ്ജസ്റ്റ് ചെയ്യാനാണെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു കാണിച്ചിരിക്കുന്നതിൽ നമുക്ക് ഫുള്ളി ബ്ലാക്ക് ഫിനിഷിൽ വരുന്ന സീറ്റ് കവേഴ്സൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് സീറ്റിൻ്റെയൊക്കെ ഡിസൈൻ വരുന്നത്. സീറ്റ് കവേഴ്സിനകത്ത് കുറച്ചൊക്കെ ഡിസൈൻ എലമെൻറ്റ്സ് ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിലുള്ളൊരു കംഫർട്ടും സീറ്റിൻ്റെ ലേഔട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം XUV 700 വരുന്ന ആ ഒരു സംഭവം തന്നെയാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ബാക്കിൽ ബെഞ്ച് ടൈപ്പ് സീറ്റാണ് വരുന്നത്. കാരണം കൂപ്പെ SUV ആണ്, 7 സീറ്റർ അല്ല. 700 ബേസ് ചെയ്തിട്ടുള്ള വണ്ടിയിൽ നമുക്ക് 7 സീറ്റർ ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. പിന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം, നമുക്ക് ഇതിനകത്ത് ബാക്കിൽ 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയ സൈസിലുള്ള ഹെഡ് റെസ്റ്റ് ആണ്. ചില കമ്പനികളൊക്കെ നടുവിലത്തെ ഹെഡ് റെസ്റ്റ് കുറച്ച് ചെറുതാക്കാറുണ്ട്. ഇത് പക്ഷേ സൈഡിൽ വരുന്ന അതേ സൈസുള്ള ഹെഡ് റെസ്റ്റ് തന്നെ മഹീന്ദ്ര നടുവിലും കൊടുത്തു. അതെന്തായാലും നന്നായി. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു ചെറിയൊരു സ്ലോപ്പിംഗ് റൂഫ് ലൈൻ്റെ സംഭവം കാണാം ഹെഡ് റെസ്റ്റിൻ്റെ ബാക്കിലായിട്ട്. അത് പക്ഷേ ഹെഡ് റൂം ഒരുപാട് എടുത്തുകൊണ്ട് പോകുന്ന പോലെ തോന്നുന്നില്ല. അവർ അത്യാവശ്യം കുഴപ്പമില്ലാതെ മാനേജ് ചെയ്ത പോലത്തെ ഒരു ലുക്കുണ്ട് കാണാൻ. പിന്നെ മുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ട്രേസ് വേറെ സാധനത്തിൻ്റെ കെട്ടി കാണാമല്ലോ. സൺറൂഫ് നല്ല വലിയ സൺറൂഫാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബാക്കിലെ ഹെഡ് റെസ്റ്റ് വരെ എത്തുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ സൺറൂഫിൻ്റെ സൈസ്. മഹീന്ദ്ര സ്കൈ റൂഫ് എന്നൊക്കെയാണ് ഇതിനെ വിളിക്കുന്നത്. പക്ഷെ എന്തായാലും മിക്ക വണ്ടികളും നമുക്ക് ആ ഹെഡ് റെസ്റ്റിൻ്റെ ഒക്കെ കുറച്ച് മുമ്പിലായിട്ടാണ് സൺറൂഫ് തീരുന്നത്, പാനോറമിക് ആണെങ്കിൽ പോലും. പക്ഷേ ഇതിൻ്റെ അകത്ത് അത്ര എൻഡ് വരെയാണ് സൺറൂഫ് പോകുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് ഇപ്പം പറഞ്ഞു വരികയാണെങ്കിൽ അതൊരു വളരെ നല്ല ഫീച്ചറായിട്ട് പറയും ഇന്നത്തെ കാലത്ത്. ഇൻറ്റീരിയറിൽ മെയിനായിട്ട് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്ന ഇത്രയും ഫീച്ചേഴ്സാണ്. ഇതൊന്നും അല്ലാണ്ട് ഇതിനകത്ത് ബാക്കി ഫീച്ചേഴ്സൊക്കെ ഉണ്ടാവും. അതായത് ഈ അടുത്ത് സ്കോർപിയോനിലൊക്കെ ഒരു വെന്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ടെന്നായിരുന്നു, അതുണ്ടാവാം. പിന്നെ വയർലെസ് ചാർജിങ് അങ്ങനത്തെ കുറേ സംവിധാനങ്ങളൊക്കെ, ഈവൻ അഡ്വാൻസ്ഡ് റെസിസ്റ്റൻസ് സിസ്റ്റം ഒക്കെ ഇതിനകത്ത് ഉറപ്പായിട്ടും ഉണ്ടാകും. സോ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ വേറെ വലിയ കുഴപ്പമൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല.
പിന്നെ എക്സ്റ്റീരിയർ ഡിസൈനിലാണെങ്കിൽ പോലും എക്സ്റ്റീരിയറിൽ ഇതിൻ്റെ ലൈറ്റ്സ് ഒക്കെ ഇതിന് മുമ്പ് ലീക്കായി വന്നിട്ടുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. സോ ഇതാണ് ഈ വണ്ടിയുടെ എക്സ്റ്റീരിയർ ലൈറ്റ്സിൻ്റെ ലേഔട്ട് വരുന്നത്. നമുക്ക് ഇതിൻ്റെ അകത്ത് അവർ കോൺസെപ്റ്റ് കാണിച്ച പോലെ അല്ല, അതായത് മൊത്തത്തിൽ സി ഷേപ്പ് പോലത്തെ ലൈറ്റ്സ് അല്ല. ആക്ച്വലി ഇതിൻ്റെ കോൺസെപ്റ്റിൽ ശരിക്കും എക്സാക്ട് സി ഷേപ്പ് പോലത്തെ ലൈറ്റ്സ് അല്ലായിരുന്നു. അവരുടെ BE റേഞ്ചിൽ വരുന്ന വണ്ടികളാണ് കറക്റ്റ് സി ഷേപ്പ് പോലത്തെ ലൈറ്റ്സ് ഉണ്ടായിരുന്നത്. ഇതിനകത്ത് ഇങ്ങനെ തന്നെയായിരുന്നു കോൺസെപ്റ്റ് പോലൊക്കെ തന്നെയാണ് അവർ ഇതിൻ്റെ ലൈറ്റ്സ് ഇപ്പോൾ റിയൽ ലൈഫിലും ചെയ്യാൻ നോക്കിയിരിക്കുന്നത്. നമുക്ക് വളരെ ഷാർപ്പായിട്ടുള്ള LED DRLസിൻ്റെ പ്ലേസ്മെൻ്റ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ലൈറ്റ്സിൻ്റെ ഒരു പ്ലേസ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട്. വളരെ നീറ്റായിട്ടാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയും. കംപ്ലീറ്റ്ലി LED സെറ്റപ്പാണ് ഇതിനകത്ത് അവർ ഫ്രണ്ടിലത്തെ ലൈറ്റ്സിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കണക്റ്റഡ് ലൈറ്റ്സ് ആണ് വരുന്നത്, അതായത് DRLs ഒക്കെ കണക്ട് ചെയ്യുന്നതിൽ മോഡലൊരു എലമെൻ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ അലോയ് വീൽസിൻ്റെ ഫോട്ടോ ഉണ്ട്, പക്ഷെ അത് അത്ര നല്ല വീൽസ് അല്ല. കാരണം അവരതും ക്യാമോഫ്ലാജ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്ര വൃത്തിയായിട്ട വീൽസാണെന്ന് നിങ്ങൾ വിചാരിക്കുമല്ലോ. ഇതിപ്പം പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമോ ഇത് 5 സ്പോക്ക് വീലല്ലേ എന്ന്. പക്ഷേ അതിൻ്റെ അകത്ത് കവറിങ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. ഒറിജിനൽ അലോയ് എന്തായാലും ഡ്യുവൽ ടോൺ ആയിരിക്കും, അതൊക്കെ അവർ ഉറപ്പായിട്ടും കൊടുക്കും. പിന്നെ സൈസൊക്കെ ആണെങ്കിലും 18 ഇഞ്ച് അലോയ്സ് നമുക്ക് XUV700 തന്നെ അവൈലബിൾ ആണ്. സോ 18 to 19 ഇഞ്ച് വരെ ഇതിനും സൈസ് വന്നുകൂടായിക്കൊന്നുമില്ല. പിന്നെ EVs ആയതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് അവർ ചിലപ്പോൾ എയറോഡൈനാമിക് വീൽസിൻ്റെ ഡിസൈനൊക്കെ പോകും. എനിക്ക് പേഴ്സണലി ഒട്ടും താല്പര്യമില്ലാത്ത സംഭവമാണ് ആ ഒരു ഡിസൈൻ. അങ്ങനെ വരുന്ന വണ്ടികളിലൊക്കെ അലോയ്സിൻ്റെ ഡിസൈൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് ഈ വാഹനത്തിൻ്റെ റിയർ ഡിസൈൻ. നമുക്കിതിൻ്റെ അകത്തും XUV700 വരുന്ന പോലത്തെ ഫ്ലഷ് ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ആണ് കിട്ടുന്നത്, അതായത് പോപ്പ് ആയി വരും. പിന്നെ ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ് ബാക്കിലത്തെ നമ്മുടെ ഗ്ലാസിൻ്റെ ബാക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിനകത്ത് സ്ലോപ്പിംഗ് റൂഫ് ലൈൻ ആണ് വരുന്നത്, നമുക്കത് കാണാം. പിന്നെ ഒരു ബോഡി ലൈൻ പോലത്തെ ഒരു സംഭവം അവിടെ കൊടുത്തിട്ടുണ്ട്. XUV700 സെയിം വിങ് മിറേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് വേറൊരു സംഭവം നോട്ട് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ ആ ഒരു ഹെഡ് റൂമിൻ്റെ ഏരിയ കഴിഞ്ഞിട്ടാണ് അവർ അത്യാവശ്യം സ്ലോപ്പിംഗ് കൊടുത്തിരിക്കുന്നത്. അതിന് മുമ്പേ തന്നെ മൊത്തത്തിൽ വളരെ ഹെഡ് റൂമൊക്കെ കുറയ്ക്കുന്ന രീതിയിലൊരു കൂപ്പേ ആക്കാൻ നോക്കിയിട്ടില്ല. എന്തായാലും സാധാരണ കൂപ്പേഴ്സിൽ പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് മുകളിലത്തെ വിൻസ്ക്രീൻ അടക്കം ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബൂട്ടിംഗ് സംഭവമായിരിക്കും വരുന്നത്. അതിൻ്റെ കട്ടൗട്ട് അവിടെ കാണാം. പിന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഇതിൻ്റെ റിയർ ഡിസൈൻ ഓൾമോസ്റ്റ് നമുക്ക് ഗസ് ചെയ്യാം. ഇതിൻ്റെ ലൈറ്റ്സ് ആയിരുന്നു അവർ ഇതിനു മുമ്പ് ക്യാമോഫ്ലാജ് ചെയ്ത് ഓടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ലൈറ്റ്സും നമ്മൾ ഇതിനു മുമ്പ് ഒരു സ്പേസ് ഷോട്ടിൽ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ലൈറ്റ്സ് ആക്ച്വലി ബാക്കിൽ നല്ല രസമുണ്ട്. എനിക്ക് കർവിൻ്റെതിനേക്കാൾ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ലൈറ്റ്സ് ആണ്. കാരണം കർവിൽ മുകളിൽ മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ അകത്ത് അത് എക്സ്റ്റെൻഡ് ചെയ്ത് താഴേക്കും കൂടെ വരുന്നുണ്ട്. സോ ആ ഡിസൈൻ എലിമെൻറ്റ് കാണാൻ അത്യാവശ്യം രസമുണ്ട്. പ്രത്യേകിച്ച് ആ സൈഡിലും കൂടെ അവർ ഇത്തിരി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മറ്റേതിനകത്ത് കുറച്ച് ഓവർ സ്ലീക്കായി പോയ പോലെ എനിക്ക് തോന്നി. പിന്നെ അത് ആ ലൈറ്റ്സ് കണക്ട് ചെയ്ത് വരുന്ന രീതിയിൽ നമുക്ക് റിവേഴ്സ് ലൈറ്റും റിഫ്ലക്ടറും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ബമ്പറിൻ്റെ എഡ്ജിലായിട്ടും കൊടുത്തിട്ടുണ്ട്. അതും ഡിസൈൻ വൈസ് നോക്കുമ്പോൾ അത്യാവശ്യം രസമുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ആണ്. പിന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിന, അതുപോലെ നമുക്ക് മുകളിലായിട്ട് റൂഫ് മൗണ്ടഡ് സ്പോയിലർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഡിസൈൻ അത്യാവശ്യം നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ ലോഞ്ച് നമുക്ക് 2025 എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. 60 kWh ആൻഡ് 80 kWh ബാറ്ററി പാക്സ് ആണ് അവർ EVസിൽ ഉപയോഗിക്കുന്നതായിട്ട് പറഞ്ഞിരുന്നത്. ഇതിനകത്തും അവരുടെ കൺഫിഗറേഷൻ ആയിരിക്കും വരാൻ പോകുന്നത്. ഇതവരുടെ XUV സീരീസിൽ വരാൻ പോകുന്ന ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് BYDയുടെ കോമ്പണൻസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്, നമ്മുടെ ഫോക്സ്വാഗൻ്റെ ഒന്നും ആയിരിക്കില്ല. എന്തായാലും ഗൈസ്, ഇതാണ് മഹീന്ദ്രയുടെ EVസിൻ്റെ XUV E9 കൂപ്പയുടെ അപ്ഡേറ്റ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.